അവൻ ആദിശേഷനാണ്. ഈ വീട്ടിലുള്ളത് ദിഗ്വിജയൻ. ഇത് കൊള്ളാം. അവൻ ഇവനാരാണെന്നും അറിയില്ല, ഇവൻ അവനാരാണെന്നും അറിയില്ല. എന്തൊരവസ്ഥയാ. എനിക്ക് ആദിശേഷനെ വേണം. എങ്ങനെയും ആദിശേഷനെ എന്റേതായി മാറ്റണം. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാ? ഒരു വഴി അറിയില്ലല്ലോ. ആദിശേഷനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ശിവാനിക്ക് ആദിശേഷന്റെ കൂടെ പോകേണ്ട കാര്യമില്ല. കാരണം അവൾക്ക് അവൻ ആദിശേഷനാണെന്ന് അറിയില്ല. അവനെ വിളിക്കാനും പറ്റില്ല. വീട്ടുകാരതിനൊട്ട് അനുവദിക്കുകയില്ല. എന്നാൽ എനിക്കതിന് കഴിയും. ഞാൻ എന്റെ ആദിശേഷന്റെ കൂടെ പോവുക തന്നെ ചെയ്യും. അവനെ ഞാൻ എന്റെ സ്വന്തമാക്കിയേ തീരൂ. ഞാൻ ഉടനെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആദിശേഷനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. അതിനെന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് ധനഞ്ജയനാണ്. അല്ല, ദിഗ്വിജയൻ. മയൂരി, അവനെന്റെ പുറകെ തന്നെയുണ്ട് ചേച്ചി. അന്ന് അമ്പലത്തിൽ വെച്ച് എന്നെ ബലമായിട്ട് താലി കെട്ടാൻ വന്നില്ലേ, അവനെന്റെ പുറകെ തന്നെയുണ്ട് ചേച്ചി. മയൂരി, എവിടെ എവിടെ അവൻ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മയൂരി. ഇല്ല ചേച്ചി, ഞാൻ കണ്ടതാ. അവൻ ഇവിടെ എവിടെ ഉണ്ട്. നോക്ക്, എനിക്ക് തോന്നുന്നത് നീ വല്ലാതെ പേടിച്ചിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നാ. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ. ആരും ഇല്ലെന്നേ. അവൻ ഇനി അഥവാ വരാണെങ്കിൽ തന്നെ ഞാൻ നോക്കിക്കോളാം. വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഒന്നും പേടിക്കണ്ട. ഹായ് അങ്കിൾ. അങ്കിൾ, അത് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ഈ വീട്ടിലുള്ള ആരും തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? എന്താ കാര്യം? അതാ അങ്കിൾ, ആ പോലീസുകാരനില്ലേ, അവൻ വന്നപ്പോ തുടങ്ങി നമ്മളെല്ലാം ശല്യം ചെയ്തോണ്ടിരിക്കയല്ലേ. എങ്ങോട്ട് പോകാനും പാടില്ല, ആരും വരാനും പാടില്ല. എല്ലാ കാര്യത്തിനും ചോദ്യം ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അല്ല, നമ്മൾ ശ്വാസം എടുക്കണമെങ്കിൽ പോലും അവന്റെ പെർമിഷൻ വേണം. ആ രീതിയിൽ ഇപ്പൊ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുക അങ്കിള്. ഞാനും അവനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ? ആ ഹയർ ഓഫീസർ പറഞ്ഞതുകൊണ്ട് അവൻ ഇവിടെ നിൽക്കുന്നു. അങ്കിൾ, അവന്റെ പെരുമാറ്റം ഒട്ടും ശരിയല്ല. അവനെ കണ്ടാലേ അറിയാം അവൻ ആളത്ര ശരിയല്ല എന്ന്. അല്ല അങ്കിൾ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ മുതൽ ഈ വീട്ടില് ഒരു നല്ല കാര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങളാ ഉണ്ടാവുന്നത്. എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ വന്നവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അല്ല, ഇൻവെസ്റ്റിഗേഷന്റെ പേരില് ഇവിടെ നിന്ന് കുറച്ചു നാള് സുഖിച്ചിട്ട് പോകാനാ പ്ലാൻ. അല്ല, താമസിക്കുകയാണെങ്കിൽ താമസിച്ചോട്ടെ. പക്ഷെ നമ്മളെയൊക്കെ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടുണ്ടോ? അവൻ വന്നത് തന്നെ വേറെ ഉദ്ദേശത്തിന് വേണ്ടിയാ. മാത്രമല്ല, സത്യത്തിൽ അവനൊരു പോലീസ് ഓഫീസറും അല്ല. വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുക. അതെല്ലാം ഞാൻ എങ്ങനെ നിന്നോട് പറയാനാ? എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. ആദിശേഷനെ പുറത്തയക്കുന്നതിനൊപ്പം ശിവാനിയെ പുറത്തേക്ക് അയക്കാത്ത രീതിയിൽ നോക്കിയേ പറ്റൂ. ആദിശേഷൻ പുറത്തു വന്നാൽ അവൻ എന്റേത് മാത്രം. അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ അങ്കിൾ, അഭയ് എന്ന തലവേദന നമ്മുടെ ഈ വീട്ടിൽ തന്നെ തുടരണോ അതോ നമ്മൾ ഒഴിവാക്കണം? ശരി, അങ്ങനെ ആവട്ടെ, ഒഴിവാക്കാം.
ചേച്ചി, ഞാൻ ഈ അമ്പലത്തിൽ സ്ഥിരം വരുന്ന ആളാ. പല ഭക്തരും വരാറുണ്ട്, പൂജയും ചെയ്യാറുണ്ട്. എന്നാൽ ആരും ചേച്ചിയുടെ അത്ര ഭക്തിയോടെ പൂജ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഭക്തി കാണുമ്പോ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്നാ തോന്നുന്നേ. ഇത് വളരെ കഠിനമായ വ്രതമാണ്. ഒരു ചെറിയ തെറ്റെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പാർവതി ദേവിയുടെ ശാപം കിട്ടുന്ന വ്രതമാണ്. ഞാനിവിടെ വന്നത് മുതൽ ഈ അമ്പലത്തില് ഇങ്ങനൊരു വ്രതം ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടേയില്ല. ചേച്ചി ഇത്ര ശ്രദ്ധയോടെ ഈ വ്രതം ചെയ്യുന്നത് കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചേച്ചിയുടെ ഈ ശ്രദ്ധ, ഈ ഭക്തി, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ഈ വിശ്വാസമൊക്കെ കാണുമ്പോൾ ഞാനും ഈ പൂജയിൽ ഭാഗമായി മാറിയത് അതെന്റെ പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ടായിരിക്കാം. എന്നാലും ഈ പൂജ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? നിനക്കറിയാത്തതായിട്ട് ഒരുപാട് കാര്യമുണ്ട് മയൂരി. ഈ വ്രതം ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി അനുഷ്ഠിക്കുന്നത്. ഈ ജന്മത്തിൽ മാത്രമല്ല, എല്ലാ ജന്മത്തിലും അവൻ തന്നെ എന്റെ ഭർത്താവ്. എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അവൻ. അവന്റെ പ്രണയം ഈ ജന്മത്തിലേക്കുള്ളത് മാത്രമല്ല, എല്ലാ ജന്മത്തിലും അതുപോലെ ഉണ്ടാവണേന്നാണ് എന്റെ പ്രാർത്ഥന. ചേട്ടനിപ്പോ എവിടെയുണ്ട് ചേച്ചി? അറിയില്ല, എന്തോ പ്രധാനപ്പെട്ട ജോലിയുണ്ട്, കുറച്ചു ദിവസം കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ പോയതാ. ആ പോയവനെ കുറിച്ച് പിന്നെ ഒരു വിവരവുമില്ല. എവിടെയായിരുന്നാലും അവൻ സുഖമായിട്ടിരുന്നാൽ മാത്രം മതി. ഏത് അപകടത്തിൽ നിന്നും അവനെ രക്ഷിക്കാനുള്ള ശക്തി എന്റെ പ്രണയത്തിനുണ്ടാവണേന്ന് എന്റെ പ്രാർത്ഥന. നിനക്കൊരു കാര്യം അറിയോ മയൂരി? അവൻ എന്നെ ബലം പ്രയോഗിച്ചാ കല്യാണം കഴിച്ചത്. അവൻ എന്നെ എത്രമാത്രം പ്രണയിച്ചിരുന്നു എന്നറിയോ? ആ പ്രണയം എനിക്ക് അന്നൊക്കെ ഒരു ശല്യമായിരുന്നു. അവൻ എന്റെ പുറകെ